ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ പറഞ്ഞ ഒരു തന്ത്രഗ്രന്ഥത്തിലും ഈ പറയുന്ന വാജിവാഹനം അല്ലെ കൊടിമരത്തിലെ വാഹനം എടുത്ത് തന്ത്രിക്ക് കൊടുക്കുക എന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു നിയമം ഇല്ല ഒരു ഗ്രന്ഥത്തിലും. അതായത് വെറും 500 കൊല്ലം മാത്രം പഴക്കമുള്ള ചേനാസ് നമ്മുടെ ഗുരുവായൂർ തന്ത്രി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ബ്രാഹ്മണാധിപത്യ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതൊരു പൂർണ്ണമായിട്ടും സ്വതന്ത്ര ഗ്രന്ഥമല്ല. അതുവരെ നിലനിന്നിരുന്ന കാലാകാലങ്ങളിൽ നിലനിന്നിരുന്ന മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു വച്ചിരിക്കുന്ന മായമതം, വാനസാരം, അപരാജിത പൃച്ഛ, അങ്ങനെയൊക്കെയുള്ള കാശിപ ശില്പശാസ്ത്രം, ഈ ഈശാന ഗുരുദേവ പദ്ധതി, അങ്ങനത്തെയൊക്കെ കാലാകാലങ്ങളിൽ മധുര മീനാക്ഷി, രാമേശ്വരം, കാശി അങ്ങനെയൊക്കെ പറഞ്ഞ മഹാക്ഷേത്രങ്ങളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് നിർമ്മിച്ചിരുന്ന ഈ വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് മൂലഗ്രന്ഥങ്ങൾ. അപ്പം ആ മൂലഗ്രന്ഥങ്ങളിൽ ഒന്നും ഇതൊരു ആചാര്യനോ തന്ത്രിക്കോ കൊടുക്കാൻ പറയുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഈ പറയേണ്ടത്, ഈ വിഗ്രഹം ഇവർ പറയുന്ന നിയമം, ഈ തന്ത്രസംശയത്തിലെ ഒരു നിയമം വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നതെന്ന് പറയുന്നത്. ആ നിയമത്തിനകത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബാലാലയത്തിൽ പ്രസിദ്ധിക്കുന്ന മൂലബിംബത്തിൻ്റെ മാത്രം കഥയാണ്. അത് നാളെ ഉള്ള ഒരു മൂലബിംബം, ഒരു ജീർണോദ്ധാരണ വിധി എന്ന് പറഞ്ഞാൽ 11ാം പടലത്തിൽ പറയുന്ന ഒരു വിഗ്രഹം നമ്മൾ ദാരുവിലോ അല്ലെങ്കിൽ ഇതിലോ ചെയ്യുന്നു, മറ്റേ ലോഹത്തിലോ ചെയ്യുന്നു. അതൊരു താൽക്കാലിക സെറ്റപ്പിന് വേണ്ടിയാണ് ഈ ബാലാലയത്തിൽ ചെയ്യുന്നത്. ഈ ബാലാലയത്തിൽ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ശ്രീകോവിൽ പണിയാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ശ്രീകോവിൽ പണിത് കഴിഞ്ഞാൽ അതിലെ ബിംബം വെച്ച് കഴിയുമ്പോൾ ഈ ചൈതന്യം കളയണം. അപ്പം ഇതെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ മരമാണ് അഗ്നിയിൽ ഇത് ചെയ്യണം, സംഭവം ശരിയാണ്. ലോഹമാണ് എന്താ, ലോഹത്തിൻ്റെ നാളം ഛേദിക്കണം, നാളം ഛേദിച്ചിട്ട് ഉരുക്കണം. എന്നിട്ട് ഈ ഉരുക്കിയ വിഗ്രഹം ഇതുകൊണ്ട് ഈ പറയുന്ന ഈ നാളം കൊണ്ട് തന്ത്രിക്ക് ആപ്പ് കെട്ടണം. ഈ ഉരുക്കിയ സാധനം കൊണ്ട് കൗതുകം ഉണ്ടാക്കണം. കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലോഹ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ശിവേൽ ബിംബോ അങ്ങനത്തെ സാധനം ഉണ്ടാക്കണം. അല്ലാണ്ട് വ്യക്തമായിട്ട് ഒരു നിയമം, എന്നാൽ പിന്നെ ഇത്ര ഉണ്ടാക്കുവാണെങ്കിൽ വ്യക്തമായിട്ടൊരു നിയമം ഉണ്ടാക്കി വെച്ചാൽ പോലെ ഒരു ശ്ലോകം മാത്രം മതിയല്ലോ. അങ്ങനെ ഒരു ശ്ലോകം കാണിക്കാനില്ല. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന നിയമങ്ങളെല്ലാം ബാധകമാകുന്നത് ഈ വിഗ്രഹം കേടാകണം. കേടാകാത്ത ഒരു വിഗ്രഹവും മാറ്റാൻ ആർക്കും അധികാരമില്ല, ഈശ്വരന് പോലും ഇല്ല. കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം ഈ പല ദേവപ്രശ്നത്തിലും ഒരുപാട് കേടുപാടുകളുണ്ട് അതിനകത്ത്. പക്ഷെ അവിടെ ദേവചൈതന്യം അതിനകത്തിരിക്കുകയാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. വിഗ്രഹം അവർക്ക് കാശില്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷേ ശ്രീ മഹേഷ് പണിക്കർ, ഈ വാജിവാഹനം കൈമാറാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് ദേവപ്രശ്നത്തിൽ ഈ കൊടിമരത്തിന് താഴെ പ്രശ്നങ്ങളുണ്ട്, കൊടിമരത്തിനടിയിൽ പിന്നെ ചിതലരിച്ചു തുടങ്ങിയിട്ടുണ്ട്, അത് മാറ്റണം എന്നൊക്കെ ദേവപ്രശ്നം വരുന്നു. അതിൻ്റെ ഭാഗമായി മാറ്റാൻ തീരുമാനിക്കുന്നു. അപ്പോൾ വാജിവാഹനം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് തീരുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ കൈമാറുന്നു. അത് പിന്നീട് കോടതിയിൽ ഹൈക്കോടതി നിയോഗിച്ചൊരു അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയല്ലേ പറയുന്നത്? അതെ, പക്ഷേ അതിനകത്ത് പറയുന്ന കൊടിമരവും വാഹനവും രണ്ടാണ്. നമ്മൾ കൊടിമരത്തിൻ്റെ അളവ് എടുക്കുമ്പോഴത്തേക്ക് ധ്വജസ്തംഭത്തിൻ്റെ മേളിൽ വരെ വരുന്നതാണ് അതിൻ്റെ അളവ്, വാഹനം വേറെയാണ്. അപ്പോൾ കൊടിമരം മാറാൻ പറഞ്ഞാലും വാഹനം മാറാൻ പറയുന്നില്ല. രണ്ടും നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുന്നതല്ലേ, പുതുതായിട്ട് നിർമ്മിക്കുമ്പോൾ എവിടെ വേണം ഇത് നോക്കാം. അതായത് കേടാകാത്തൊരു വിഗ്രഹം, ഈ പറഞ്ഞ നിയമങ്ങൾ, ഈ പറയുന്ന തന്ത്രസംശയത്തിലെ ഈ പർട്ടിക്കുലർ നിയമം തന്നെ എടുത്താൽ പോലും അതിൽ തന്നെ വേറെ ശ്ലോകങ്ങൾ കിടപ്പുണ്ട്. ഒരു വിഗ്രഹം കയ്യോ കാലോ ഒടിച്ചാൽ പോലും മാറാൻ പാടില്ല, അത് തന്നെ കെട്ടിവെക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റ് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് നെറുകയിലോ അല്ലെങ്കിൽ ഹൃദയഭാഗത്തോ ഒക്കെ പൊട്ടലുകളോ വിണ്ടലുകളോ ഉണ്ടാകുവാണെങ്കിൽ മാത്രമേ മാറാൻ പാടുള്ളൂ. അല്ലാതെ അതുപോലും ദേവന്റെ ഹിതം നോക്കിയിട്ട് അതൊരു ദേവപ്രശ്നം സെപ്പറേറ്റ് ഇതിനു വേണ്ടി നടത്തണം, എന്നിട്ട് മാത്രമേ വിഗ്രഹം മാറാൻ പറ്റൂ. അതായത് ഏതോ കാലത്ത് ഏതോ ഒരു മഹാത്മാവ്, ഇദ്ദേഹത്തിന്റെ പൂർവികർ തന്നെ ആയിരിക്കും, അവർ പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹം അത് കേടില്ലാതെ അത് അതേ രൂപത്തിൽ അദ്ദേഹം കൊണ്ടുപോയത് വളരെ ഗുരുതരമായ കുറ്റകരമായ ഇതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. കാര്യം അന്ന് മുതലാണ് ശബരിമലയിൽ വന്നിരിക്കുന്ന എല്ലാ നാശവും അന്ന് മുതലാണ്. നമ്മുടെ സ്ത്രീ പ്രവേശം, വെള്ളപ്പൊക്കം, കൊറോണ, അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നം, ഈ പറഞ്ഞ കൊള്ളകൾ മൊത്തം ദേവന്റെ ചൈതന്യം അന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നെ വാജ്വാനം കൊണ്ടുപോകേണ്ടതിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടി? ഇവരുടെ എന്താ ഉദ്ദേശം? ഇപ്പം ഈ മധുവിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ മധു ഒരു സാധനം എടുത്ത് എന്തിനു വേണ്ടിയാണ്? വിശക്കുന്നതിന് വേണ്ടിയാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇത് സംരക്ഷിക്കാനാണെന്നാണ് പറയുന്നത്. സംരക്ഷിക്കാനാണോ? അത് പിന്നെ എന്താ പറയുക, കുതിരപ്പുറത്ത് ഓടി ഈ ശബരിമലയിലോട്ട് അതിൻ്റെ പുറത്ത് ഓടി വരാനാണോ? ഒന്നുമല്ലല്ലോ, ഇതൊരു വിൽപ്പനയ്ക്ക് വേണ്ടിയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാണ്ട് കലാകാലങ്ങളിൽ ഇവരെടുത്ത വിഗ്രഹമൊക്കെ അവിടെ ഉണ്ട്, അവരുടെ ടേബിളിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് പോട്ടെ, അവിടെ ഇരിപ്പോൾ. രാഹുൽ, മഹേഷ് പണിക്കർ സൂക്ഷിച്ചു വെപ്പോ ഇതിന്റെ കാര്യങ്ങളോ ഇല്ല. അത് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചോളൂ. അപ്പം അപ്പം അങ്ങനത്തെ ഒരു കാര്യമില്ല. അപ്പം ഇല്ലാത്തിടത്തോളം കാലം ഇതെങ്ങനെ ഇവരുടെ അവകാശമാകുന്നത്? ഇത് കൊണ്ടുപോയിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാധനം കൊണ്ടുപോയിട്ട് അവരവിടെ വെച്ചിരിക്കുന്നു, സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാം, ഒരു പ്രശ്നമില്ല, കാലാകാലങ്ങളിൽ കൊണ്ടുപോയിക്കോട്ടെ. അപ്പം ഇതൊരു അവകാശമാണെന്ന് പറയുന്നത് ഞാനൊരു വിശ്വകർമ്മനാണ്, കാലാകാലങ്ങളിൽ ഇത് ചെയ്യുന്നതാണ്. നമ്മളും ഈ തന്ത്രസംശയത്തിൻ്റെ ബാക്കി പുസ്തകങ്ങളാണ് ഞങ്ങളും ബേസ് ചെയ്യുന്നത്. അതിൻ്റെ മേളിലെ മൂലഗ്രന്ഥങ്ങളാണ് നിങ്ങൾ ഓരോരോ തന്ത്രസംശയത്തിലെ എല്ലാ വിഷയങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് വിഷയങ്ങളേ ഉള്ളൂ. ഒരു ബ്രാഹ്മണിക്കൽ ഇതിനകത്ത് തന്നെ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത, ഈ തന്ത്രസംശയം വെച്ചിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതിപ്പം എല്ലാവരും പരിശോധിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ഗൂഗിളും ഇതൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് വളരെ സിമ്പിളാണ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സിമ്പിളാണ്. ഈ ശ്ലോകം യഥാർത്ഥത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തുമ്പോൾ ബാലാലയത്തിലെ ബിംബം
മാറ്റുമ്പോൾ ചൈതന്യം ആവാഹിച്ച് തത്വകലശ ഹോമത്തോടെ കലശത്തോടെ നമ്മൾ ജീവനെ ഉദ്ദേശിച്ച് പൂർണ്ണ ബിംബമായിട്ട് പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റുമ്പോൾ ഈ ബാലാലയത്തിൽ ഉണ്ടായിരുന്ന പഴയ ബാലബിംബം അല്പബിംബം ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ വാചകത്തിലുണ്ട് അല്പബിംബം അല്ലെ ബാലബിംബം. ഈ അല്പബിംബം ബാലബിംബം മാറാനുള്ള വിധി എടുത്തുകൊണ്ട് കൊടിമരത്തിലെ ഇതും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ എടുക്കുന്നത് തെറ്റാണ്. പിന്നെ ഉടഞ്ഞതെന്ന് പറയുന്നത് വ്യക്തമായിട്ട് പൂജിക്കാൻ പറ്റാത്ത ഉടഞ്ഞ വിഗ്രഹങ്ങൾ ഇവർ കൊണ്ടുപോകട്ടെ, അത് ആരെങ്കിലും കൊണ്ടുപോട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. അത്രയും ഭാഗം എനിക്ക് മനസ്സിലായി. ശരി മഹേഷ് പണിക്കർ, ഒറ്റ കാര്യത്തിൽ ചുരുങ്ങിയ ഒരു മറുപടി കിട്ടിയ ശേഷം ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. അതായത് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇത് വളരെ ഘട്ടം ഘട്ടമായി ആസൂത്രിതമായ ഒരു കൊള്ള ശബരിമലയിലെ സ്വത്തുവകകൾ അടിച്ചുമാറ്റാൻ വേണ്ടി, അതായത് കൊള്ള നടത്താൻ വേണ്ടി ഒരു നീക്കം നടന്നിട്ടുണ്ടെന്നും അതിൽ തന്ത്രി അടക്കമുള്ളവർ കണ്ണി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നും സംശയിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുന്ന വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ലളിതമായ ഒരു മറുപടി, അതിനുശേഷം ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. തീർച്ചയായിട്ടും അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നമ്മുടെ ഈ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയാളുടെ മെയിൽ കിട്ടി, അയാളാണ് മറ്റേ മണി അടിച്ചുകൊണ്ട് പോയത്, നമ്മൾ മണി അടിച്ചുകൊണ്ട് പോയ മറ്റേ അതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന അയാളാണ്. മണി, കമ്പവിളക്ക്, 4 കമ്പവിളക്ക്, അതുപോലെ അവിടെ നിന്ന് 2 മണി, പ്രാചീനമായ മണികൾ, ഇത് മൊത്തം നിർമ്മാണ പ്രവർത്തനം എന്നും പറഞ്ഞ് കടത്തിയിരിക്കുവാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ വേറെ ആരാണ്ടാന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു വ്യക്തമായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ട കൊള്ളയാണ് ഇത് മൊത്തം, കൊടിമര ഉൾപ്പെടെ. ഇത്രയും ഭാഗം വളരെ വ്യക്തമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.